ഗായത്രി, ഗായത്രി, ഗായത്രി. ശ്രീജിത്തോ, നീ എങ്ങനെ അകത്ത് കയറി? അയ്യോ സോറി, ഡോർ റിങ് ചെയ്ത സമയത്തെ ഒരു അനക്കം ഇല്ലായിരുന്നു. മാത്രമല്ല ഡോർ ലോക്കും ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. ഗോകുല് പോവാൻ നേരത്തെ എന്നോട് പറഞ്ഞതാ ഡോർ ലോക്ക് ചെയ്യണേ. പിന്നെ പനിയുടെ ക്ഷീണത്തിൽ ഞാൻ അതങ്ങ് വിട്ടുപോയി. അയ്യോ പനിയാ? എണീക്കണ്ട, റെസ്റ്റ് എടുക്ക്. എനിക്ക് അങ്ങോട്ട്. അത് സാരമില്ല, ഒരു പാരസെറ്റമോൾ കഴിച്ചാ മാറിക്കോളും. ഇല്ലേ നാളെ ഹോസ്പിറ്റലിൽ പോവാം. ഗുളി പോലും എടുത്തിട്ടില്ല. തമാശ കളിക്കല്ലേ? ടാബ്ലറ്റ്സ് എവിടെയാണ്? ഞാൻ എടുത്ത് തരാം. സത്യം പറഞ്ഞാൽ ഈ ഗോകുൽ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇത്രയും വയ്യാണ്ട് നീ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ ലീവ് എടുത്തൂടാ? അത്രയ്ക്കൊന്നും ഇല്ല. നീ പറഞ്ഞാൽ മതിയല്ല. അല്ല, നീ എന്ത് പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടല്? എനിക്കെന്ത് വന്നൂടി? കൂടെ പഠിച്ച് രണ്ടുപേരും കല്യാണം കഴിച്ചു ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒറ്റ വിസിറ്റിന് രണ്ടുപേരും കാണാം. സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡ് വരാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഒന്നിൻ്റെ പ്ലാൻ ചേഞ്ച് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവനും കൂടെ കാണാമായിരുന്നു എനിക്ക്, അല്ലേ? നീ വീക്കെൻഡ് വന്നാലും അവനെ കാണാനൊന്നും പറ്റില്ല. അവൻ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാം. അതുകൊണ്ട് വീക്കെൻഡും അവന് തിരക്കായിരിക്കും. അതിപ്പോൾ എങ്ങനെ കയറി വരുമോ? എന്താ അങ്ങനെ ചോദിച്ചേ? പണ്ട് നിന്റെ പുറകെ ഞാൻ ഒരുപാട് നടന്നേല്ലേ. അപ്പോൾ അതാലോചിച്ച് അവന് വല്ല ഡൗട്ട് തോന്നിയാ? അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. അവൻ തന്നെ നല്ല വിശ്വാസം. അത് ചിലപ്പോൾ ആയിരിക്കും. നിങ്ങൾ കോളേജിൽ ഐഡിയൽ കപ്പിളായിരുന്നില്ലേ? നിന്റെ കാര്യത്തിൽ അവൻ്റെ അടുത്ത് അസൂയ ഉണ്ടെങ്കിലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവൻ്റെ കെയറിംഗിൽ വീഴാത്ത പെൺപിള്ളേരില്ല. കെയറിങ് ഏട്ടായി ഗോകുൽ. ഗോകുലെ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നിനക്കെന്നാ വായില്ലേ? ഗോകുലെ, ഇന്നൊരു സംഭവം ഉണ്ടായി. എനിക്ക് കേൾക്കണ്ട. ഗോകുലെ, ആ സ്വപ്നത്തിനിടയിലേ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ്. എന്നിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് എണീച്ച് പോടി. എന്ത് ചുമയുണ്ടോ? ചെറുതായിട്ട്. ചുക്കരിപ്പുണ്ടോ? ഉണ്ടായിരിക്കും. ചുക്ക് കാപ്പി പിടിക്കാം, കുറച്ച് ആശ്വാസം കിട്ടും. എന്നാലും എൻ്റെ ഒരു അവസ്ഥയെ സ്പോർട്സിലായാലും സ്റ്റഡീസിലായാലും ആർട്സിലായാലും ഞാൻ എന്നും രണ്ടാമൻ. ഒന്നാമൻ എൻ്റെ ഗോകുലും. പോരാത്തതിന് ഞാൻ ആഗ്രഹിച്ച പെണ്ണ് അവൻ പ്രേമിച്ച് കെട്ടുകയും ചെയ്യും. ഇത്രയും പോരെ ഒരാളുടെ ദേഷ്യം തോന്നേ? പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു കോമ്പീറ്ററുള്ള നല്ലതാണ്. എന്നാലേ ലൈഫിലൊരു ത്രില്ലുണ്ടാവും. ആ പഴയ ഗോകുലിനെ ഞാൻ മിസ് ചെയ്യാറുണ്ട്. ആ പഴയ ഗോകുലിനെ ഞാനും മിസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാ ഗോകുൽ ഒരുപാട് മാറിപ്പോയി ശ്രീജിത്ത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഹലോ, കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ നീ ഒന്ന് വാരി തരുമോ? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കഴിക്കുമെന്ന് നിനക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഈ വർക്കിൻ്റെ ഇടയിൽ വിളിച്ചിങ്ങനെ കഴിച്ചോ കുടിച്ചോ തിന്നോ തുപ്പിയോ? എന്തിനാണ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? സോറി. ശരി ശരി, പച്ച. അല്ല പിന്നെ ഒരു മാവില് 6 മാങ്ങ. ഒരാൾ അങ്ങോട്ട് പോയപ്പം 1 വീണ്. പിന്നെ ഒരാൾ ഇങ്ങോട്ട് വന്നപ്പം 1 വീണ്. ബാക്കി എത്ര? എന്ത്? ഒരു മാവില് 6 മാങ്ങ. നീ എന്തോ ഗായത്രി കളിക്കുകയാണോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ കളിപ്രായം മാറാത്ത കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാനൊരു കുസൃതി ചോദ്യം. ഒന്നും വേണ്ട, നീ പോയി എൻ്റെ ആ പച്ച ഷർട്ട് എടുത്ത് തേച്ച് വെക്കി. എനിക്കൊന്ന് പുറത്തു പോകാനുള്ളതാ. അതിനിന്ന് വീക്കെൻഡ് അല്ലേ? നീ ഓഫ് ആണെങ്കിൽ ബിസിനസിന്റെ കാര്യത്തിന് പോണ്ടേ? അത് പിന്നെ ആര് പോവാനാ? കഴിഞ്ഞ വീക്കെൻഡും ഇങ്ങനെ ആയിരുന്നു. ഇന്നെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തൂടെ? ഓ പിന്നെ റെസ്റ്റ്. നിനക്ക് എൻ്റെ ഹെൽത്തിന്റെ കാര്യത്തിലുള്ള ആത്മാർത്ഥയൊന്നുമല്ല. എന്നെ പിടിച്ചിവിടെ ഇരുത്തി വാ തോരാതെ ചെലക്കണം. അതിനാണ് ഈ റെസ്റ്റ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ശരി ശരി, ഓക്കെ. നീ പോയി ആ ഷർട്ട് ഒന്ന് തേച്ച് വെക്കും. അല്ല, ഇതും പറഞ്ഞ് ഇനി 1/2 മണിക്കൂർ ചലച്ചോണ്ടിരിക്കും. ഗോകുലേ, എന്റെ പുതിയ നൈറ്റ് ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാടി. അതിന് കണ്ടില്ലല്ലോ, നോക്ക്. കൊള്ളാം, നീ ഏതിട്ടാലും സൂപ്പറാ. ഗോകുല് നോക്കാൻ. ഗോകുലേ, ചേടാ ഇവന്ത് ഇങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ ശ്രീജിത്തെ. അല്ല, നിന്റെ വീട്ടിലറിയാമോ അവൻ്റെ ഈ പരിപാടിയൊക്കെ? അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ല. അനിയത്തിയോട് പറഞ്ഞു. പക്ഷെ അവളാണെങ്കിൽ അറിഞ്ഞ പാതി അറിയാത്ത പാതി അവനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഗംഗി, ഞാൻ ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി കഷ്ടപ്പെടുന്നതേ
എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനല്ല, അവക്കും കൂടി വേണ്ടിയിട്ടാ. അത് പറഞ്ഞ് അവക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അവിടെ ചൂര വെട്ടിയ കഥയും അവിടെ കുഞ്ഞമ്മയുടെ പട്ടി പറ്റിയ കഥയും ഇതെല്ലാം പറഞ്ഞ് എൻ്റെ ചെവി തിന്നാൻ വരും. എടി എനിക്കും വേണ്ടി കുറച്ച് മനസ്സമാധാനം. നീ പറ, വേണ്ടേ? വേണം. എന്നാ അത് നീ നിന്റെ ചേച്ചിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. മൊത്തത്തിൽ ഇവ റോങ് ആണല്ല. ഇവനെക്കാളും ബെറ്റർ ഞാനാണ്. ഒന്നുമില്ലെങ്കിൽ കാപ്പിയും കിട്ടി വന്നില്ലേ? എൻ്റെ കാപ്പി എങ്ങനെ ഉണ്ട്, കൊള്ളാമോ? എനിക്ക് തോന്നേ നിന്റെ പെങ്ങൾ അവനോട് സംസാരിച്ചില്ലേ, അപ്പോൾ ഇവനെ ഈഗോ അടിച്ചാ. ഒന്നുമില്ലെങ്കിലും അവൾ ഇവനെക്കാളും 4-5 വയസ്സ് ഇളയതാണ്. സ്വാഭാവികമായിട്ടും ട്രിഗേർഡായി കാണും. അതിനാണ് ചാൻസ്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ ഗോകുലല്ലേ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് കരുതിയിട്ടാ. പറയണം, നേരിട്ട് പറയണം. അല്ലാതെ ഇവനൊക്കെ പറയണ വാക്കും കേട്ടെ ചേട്ടാ എക്സ്പ്രഷൻ ഇട്ട് കിടന്നിട്ട് യാതൊരു കാര്യമില്ല. അവന് മനസ്സിലാവില്ല. ഞാൻ ഇന്നലെ ഇത് പറയാനായിട്ട് റൂമിലോട്ട് പോയി. എന്നിട്ട് ഗോകുലേ, എനിക്കൊന്ന് സംസാരിക്കണം. എന്താടി പറയ്. ഒന്ന് ശ്രദ്ധിക്കേ. നീ എന്താന്ന് വെച്ചാൽ പറയ്, ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കൂ ഗോകുലേ. എടി ഞാനൊരു അർജന്റ് കാര്യത്തില. ഗോകുലേ, കുറച്ച് സീരിയസ് മാറ്റർ ആണ്. എടി അതിൽ നിന്നും വലിയ സീരിയസ് ഇഷ്യൂ ഇല്ല ഞാനിവിടെ. അതൊന്ന് മാറ്റി വെക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്തോ എന്റെ അടുത്ത് ഓർഡർ ഇടുന്നോ? ഓ, നീ ഷൂസ് എടുത്ത് പോയി, ചോറ് എടുത്ത് പോയി, മറ്റേതെടുത്ത് പോയി, മറിച്ചെടുത്ത് പോയി എന്ന് പറയുമ്പോ അതൊന്നും ഓർഡർ അല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പ്രശ്നം അല്ലേ? എടി എന്താന്ന് വെച്ചാൽ പറയാനുണ്ടെങ്കിൽ എല്ലാം പറ, അല്ലെങ്കിൽ ഇവിടുന്ന് പോ. ഞാനൊരു കാര്യം പറയാൻ വന്നാലേ അത് പറഞ്ഞിട്ടേ പോ. ഇനി താ. കുറെ നേരമായി സഹിക്കുന്നു. എടി ഞാനിങ്ങനെ ഓവർ ടൈം എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടാ നീ 3 നേരം ഫുഡും കഴിച്ച് സുഭിക്ഷമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിനക്ക് ഇതൊക്കെ മനസ്സിലാക്കി ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിന്നാ മതി, അല്ലെങ്കിൽ എങ്ങോട്ടെന്ന് വെച്ചാ പോ. സഹിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? അപ്പോൾ അതാണ് കാര്യം. നിനക്ക് പനി വരാം അല്ലേ? രാത്രി നീ കരയണോ? നീ എന്തിനു കരയണോ? എനിക്ക് അറിഞ്ഞൂടാ ശ്രീജിത്ത്, ഇനി എന്ത് ചെയ്യണമെന്നാ, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്നാ, അങ്ങനെ ഒന്നും. അത്രേ ഉള്ളൂ. അതിന് ഞാനില്ലേ കൂടാ. ചില്ലായിരിക്കും കേട്ടാ. കൂളാവ്, നീ ചില്ലായിരിക്കും. കരയില്ല കേട്ടാ. നീ എന്താടാ കാണിച്ചേ? നീ എന്തുദ്ദേശിച്ചാടാ എന്നെ തൊട്ടത്? ഞാൻ എന്താ ഉദ്ദേശിച്ചു? ഒരാണ് എന്റെ ശരീരത്തിൽ തൊടുമ്പോഴേ അത് എന്ത് ഇന്റൻഷൻ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കബഡി നിരത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനു നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. നീയും ബാഡാണ്, നിന്റെ ഇന്റൻഷനും ബാഡാണ്. ആടി, എൻ്റെ ഇന്റൻഷൻ ബാഡാണ്. ഗുഡ് ഓർ ബാഡ്, ഒരു ഇന്റൻഷൻ ഇല്ലാത്ത നിന്റെ മര ഭർത്താവിനൊക്കെ ഞാൻ ബെറ്ററാണ്. എന്തരീ വിട്, ആ വിട്, വിട്. നിന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയിട്ട് നിനക്ക് എന്നെ വേണ്ടല്ലേ? അങ്ങനെയുള്ള നീ ചേച്ചി, ചേച്ചി എന്ത് പറ്റി ചേച്ചി? അവൻ ഡേ അവളവിടെ. അങ്ങോട്ടിപ്പോ പോണ്ട, അവിടെ നല്ല ഉറക്കത്തില്ല. എന്താ പ്രോബ്ലം? നിങ്ങളാണ് പ്രോബ്ലം. സിവിയർ ഫീവർ ക്യാൻ കോസ് ഹാലൂസിനേഷൻ. പക്ഷേ മൈൻഡ് ഒരിക്കലും റാൻഡം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാറില്ല. ഗായത്രിയുടെ മനസ്സിൽ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പേടിയും ഇമോഷണൽ നീഡ്സുമാണ് ഗായത്രിയെ കൊണ്ട് ഇത്തരം തോന്നലുകൾ തോന്നിപ്പിക്കുന്നത്. പനി മാറുന്നതുവരെ ചിലപ്പോൾ ഇത്തരം തോന്നലുകൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ പേടിക്കണ്ട, പനി മാറിക്കഴിഞ്ഞാൽ ഗായത്രി ഓക്കെ ആവും. താൻ എന്തൊരു മനുഷ്യനാടോ? അവിടെ ചെയ്ത തെറ്റെന്താ? തന്നെ വിശ്വസിച്ച് വീട്ടുകാരെ വിട്ട് കൂടെ ഇറങ്ങി വന്നതോ? അതോ തന്റെ കുറ്റപ്പെടുത്തലുകളും ഇവിടുത്തെ ഒറ്റപ്പെടലും ഒക്കെ സഹിച്ച് ഇത്ര നാൾ തന്റെ കൂടെ നിന്നതോ? ഞാൻ അവക്കും കൂടി വേണ്ടിട്ടല്ലേ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. കഷ്ടം. നിങ്ങൾക്ക് ഇത്തിരി നേരം എന്റെ ചേച്ചിയുടെ കൂടെ ഇരിക്കാനോ അവളോടൊന്ന് സംസാരിക്കാനോ പോലും സമയമില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് താജ്മഹൽ അവർക്ക് കെട്ടിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതിനൊന്നും പറ്റാത്തവര് റിലേഷൻഷിപ്പിന് ഇറങ്ങാൻ നിൽക്കരുത്. അതാണ് മാന്യത. എന്റെ ചേച്ചി മനസ്സിൽ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവോ ഇയാളെ കൊണ്ട് ഊഹിക്കാൻ പറ്റോ? അതെങ്ങനാ? ഒന്ന് സംസാരിക്കാനോ ഇത്തിരി സമയം ചെലവഴിക്കാനോ കൂടെ ആരും ഇല്ലാതെ ഒരു വീട്ടിന്റെ അകത്ത് ഇയാൾ ഇരുന്നിട്ടുണ്ടോ? അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. ഒരു ദിവസം ഒരു അരമണിക്കൂർ പോലും സ്വന്തം ഭാര്യയുടെ കൂടെ ചെലവഴിക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ എന്റെ ചേച്ചി എങ്ങനെ ഇത്ര നാൾ ജീവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ പൈസക്ക് പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവുന്ന നിങ്ങളുടെ ലൈഫാണ്. ഓർത്ത് വെക്കാൻ കിട്ടുന്ന നല്ല കുറച്ച് മൊമെന്റ്സ് ആണ്, നല്ല ബന്ധങ്ങളാണ്.